വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡെയിലി വ്ലോഗിൽ മൂന്നാമത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് പോലെ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കുളിച്ച് ഒരുങ്ങി നമ്മളൊരു കല്യാണത്തിന് പോകുന്ന വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേന് ഇന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പള്ളിയുടെ അവിടെ ബസ് വരും. ബസ്സിൽ കയറിയിട്ട് പത്തനാപുരം പത്തനംതിട്ടയാണ് അവിടെ ആണ് കല്യാണം. അപ്പം നമുക്ക് അവിടെ പോകുന്ന വ്ലോഗും കാര്യങ്ങളും, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വന്ന് കരോള് പള്ളിയിൽ ഒക്കെ പോകുന്ന വ്ലോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ബസ്സിൽ കയറിയിരിക്കുവാണ്, ഞാൻ അവിടെ ചെന്നിട്ട് കാണാൻ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഗൈസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയേക്കുവാണ്. ഇങ്ങോട്ട് പക്ഷേ ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി. മണ്ടലാണ് കേട്ടോ പള്ളി. അപ്പോൾ നമുക്കിനി പള്ളിയിൽ പോയി കല്യാണം കഴിയണം. ഓഡിറ്റോറിയം ഇനി എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഓഡിറ്റോറിയം ഈ ലൊക്കേഷൻ തന്നെ ആയിരിക്കില്ലേ? പറഞ്ഞു 1 മണിക്കൂർ യാത്രയുണ്ടെന്ന്. 1 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു, ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചുള്ളായിരുന്നു അല്ലേ? അല്ലേടാ, 20 മണിക്കൂർ ഉണ്ട് ഓഡിറ്റോറിയത്തിലുള്ളൂ. അപ്പോൾ പള്ളിയിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് വരാം. പിന്നെ താഴെ ബൊക്കയിലേക്ക് നോക്കി. വിവാഹ ശുശ്രൂഷയുടെ ക്രമങ്ങളും പാട്ടുകളും ഒക്കെയാണ് കേട്ടോ. ഇതാദ്യമായിട്ട് ഒരു കല്യാണത്തിന് കാണുന്നില്ല ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട്. ഇത് മർത്തോമ സഭയുടെയാണ് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അവസാനം എന്തൊക്കെ എഴുതിയിരിക്കുന്നു, താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് സ്പെഷ്യൽ ഡേ. ബാക്കി നിങ്ങൾ വായിച്ചോ. കല്യാണമൊക്കെ ഒരുവിധമായി കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ശുശ്രൂഷയിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആടിക്കോർക്ക് വെച്ച് കാണാം കേട്ടോ. ഫോട്ടോ ഒടുക്കത്തെ തിരക്കൊരു യുദ്ധം കഴിഞ്ഞ് നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ആഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് കയറിയേക്കുവാണ്. അവിടെ പല ഐറ്റംസുകൾ ഇരിപ്പുണ്ട്. അവിടെ റിസപ്ഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. എപ്പോഴാ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടില്ലേ കഴിക്കണ്ടേ? നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത്. ചെറുക്കൻ്റെ പള്ളിയിലാണ് കല്യാണം നടക്കുന്നത്. പെണ്ണിൻ്റെ വീട്ടിൽ ഉറപ്പിയിരിക്കും. അപ്പം നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാൽ പത്തനാപുരത്താണ് കേട്ടോ. പത്തനാപുരത്ത് ഒരു ആഡിറ്റോറിയത്തിലാണ് കല്യാണം കഴിഞ്ഞ് റിസപ്ഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ സ്റ്റാർട്ടറാണ്. ആദ്യമേ അപ്പവും കട്ട്ലേറ്റും ചിക്കൻ മപ്പാസ് ഇല്ലേ, ചിക്കൻ സ്റ്റൂ ആദ്യമത്തെ സ്റ്റാർട്ടറാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ അടിക്കും. മീൻകറി ഉണ്ട്, മീൻ ബിരിയാണി ഉണ്ട്, ബീഫുണ്ട്, എന്തൊക്കെയോ ഐറ്റംസ് ഉള്ളതുണ്ട് കേട്ടോ. അപ്പം ഫുഡ് അടിക്കാനുള്ള പരിപാടി. ഇനി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ വന്നേക്കുവാണ്. വീട്ടിൽ കല്യാണം കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങി എന്നിട്ട് നേരെ വീട്ടിൽ വന്നേക്കുവാണ്. അത് കഴിഞ്ഞ് കാണ്ട ഇവിടെ ഒരാൾ ഇങ്ങനെ വാഴത്തോട്ടത്തിൽ കൂടെ വായി നോക്കി നടക്കുകയാണ്. വാഴത്തോട്ടത്തിൽ കൂടെ വായി നോക്കി നടക്കുവാണ്. എന്തൊരു പൊക്കം അമ്മച്ചി ഈ വാഴകൾക്ക്. കപ്പ വാഴയ്ക്ക് എങ്ങനെ പൊക്കമാണ് കേട്ടോ. അപ്പൊ കല്യാണം കഴിഞ്ഞ് നല്ലൊരു വൈബൊക്കെ അടിച്ച് ഉറങ്ങി. നല്ലൊരു ഉറക്കം ഉറങ്ങിയായി ഫുഡൊക്കെ അടിച്ചിട്ട്. ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ കരോളിന് പോകും. കരോളിന് പോയി ഇന്ന് നമ്മൾ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ലാസ്റ്റ് ദിവസത്തിൽ പോയി അതൊക്കെ തന്നെ പരിപാടി. അമ്മച്ചി ഇവിടെ വടിയൊക്കെ എടുത്ത് എന്തോ തേങ്ങ കുത്തിയിടാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വീഴുവോ ഇല്ലയോ എന്നാണ് ഡൗട്ട്. കുറേ നേരം തേങ്ങ കുത്തിയിടാനുള്ള പ്ലാനാണ്.
വേറെ പണിയൊന്നുമില്ല വയസ്സങ്കാലത്ത്. ഗൈസ് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അല്ല, അടുത്ത വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെടുവന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തുള്ള കിഡിലെ വീഡിയോ ആയിട്ട് വരുന്നൊരു ഗൈസ് ബൈ.